കാർത്തിക് സുബ്ബരായൻ്റെ റെട്രോയുടെ ട്രെയിലർ കണ്ട് അതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിം ആയിട്ടാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഒരുപക്ഷെ റെട്രോ കാർത്തിക് സുബ്ബരായൻ്റെ ഒരു മൾട്ടിവേഴ്സ് ആണെങ്കിലോ? അതിനുള്ള സൂചനകൾ പുള്ളി തന്നെ ആ ട്രെയിലറിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. റെട്രോയിൽ സൂര്യയുടെ പേര് പാരുവേൽ കണ്ണൻ എന്നാണ്. ഈ പേര് കാർത്തിക് സുബ്ബരായൻ്റെ ഏതെങ്കിലും സിനിമയുമായിട്ടൊരു ബന്ധമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഇതിനോട് സാമ്യമുള്ള ഒരു പേരുണ്ട്, പേട്ടയിലെ പേട്ടവേലൻ. പാരുവേൽ പേട്ടവേലൻ ഒരു അച്ഛൻ മകൻ കണക്ഷനുള്ള എല്ലാ സാധ്യതകളും കാണും. പേട്ടയിൽ അതിനുള്ളൊരു ലൂപ്പ് ഓൾറെഡി കാർത്തിക് സുബ്രാജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോംബ് ബ്ലാസ്റ്റിൽ പേട്ടവേലൻ്റെ മകൻ മരിക്കുന്നു, പക്ഷേ അവൻ മരിച്ചിട്ടില്ല, അവനാണ് പാരുവേലെങ്കിലോ. മാത്രമല്ല ഡയലോഗുകളുടെ സാമ്യത ഏകദേശം കാണാനും അവരൊരുപോലെ തന്നെയാണ്. കാരണം ആ മീശ നോക്കിയാലും പേട്ടവേലൻ്റെ കാലഘട്ടത്തിലും ഇപ്പോൾ റെട്രോയിൽ പാരുവേലിൻ്റെ കാലഘട്ടം നോക്കിയാലും അവരേകദേശം ഒരുപോലെയൊക്കെ ഉണ്ട്. ഒരു അച്ഛൻ മകൻ പരിപാടികൾ എല്ലാ സാധ്യതകളും കാർത്തിക് സുബ്രാജ് അവിടെ തുറന്നു വെച്ചു. റെട്രോയുടെ ട്രെയിലറിൽ ഒരു ബാർ ഫൈറ്റ് കാണിക്കുന്നു. ഈ ഒരു ബാർ ഫൈറ്റിൽ കാണിക്കുന്ന ബാറ് സാക്ഷാൽ ഗാന്ധി മഹാന്റെ ബാറാണെങ്കിലും അവിടെ വെച്ച് ഗാന്ധി മഹാനെ പാരുവേൽ പരിചയപ്പെടുന്നുണ്ടെങ്കിലോ, പാരുവേൽ എന്ന ആന്റഗോണിസ്റ്റിന്റെ ഒരു ഫിലിമോഗ്രഫി ചെയ്യാൻ വേണ്ടി ഒരു ഡയറക്ടർ വരികയും ഈ ഒരു ഡയറക്ടർ സാക്ഷാൽ ആലിയോസിന്റെ ഡോക്യുമെന്ററി ചെയ്ത റേദാസൻ ഇതിലേക്ക് കടന്നു വന്നാലോ. ചുരുക്കി പറഞ്ഞാൽ കാർത്തിക് സുബ്ബരാജിന് ഒരു മൾട്ടിവേഴ്സ് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ പരിപാടികളും പുള്ളി തന്നെ പുള്ളിയുടെ പഴയ പടങ്ങളിൽ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി പുള്ളി അത് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ഒരു മൾട്ടിവേഴ്സ് തമിഴ് സീനിൽ ഓപ്പൺ ആകുകയാണെങ്കിൽ എൽസിയോ ഒക്കെ രണ്ടിന് മാറി നിൽക്കുന്നതായിരിക്കും. കാരണം കാർത്തിക് സുബ്ബരാജിന്റെ ക്യാരക്ടറൈസേഷന്റെ ഡെപ്ത് അത്രക്ക് വളരെ വലുതാണ്. പുള്ളി ഉണ്ടാക്കുന്ന ഒരു ഗ്രേ ഷെയ്ഡിൽ ഒരു ആന്റഗോണിസ്റ്റ് പ്രൊട്ടഗോണിസ്റ്റും ഒക്കെ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് തൻ്റെ ക്യാരക്ടേഴ്സിനെ എല്ലാം പുള്ളി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മഹാനിലെ ഗാന്ധി മഹാനെ നോക്കിയാലും, ജിഗർദണ്ഡയിലെ അസാൾട്ട് സേതുവിനെ നോക്കിയാലും, പേട്ടയിലെ കാളിയെ നോക്കിയാലും അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ആദ്യമായിട്ട് കാർത്തിക് സുബ്ബരാജ് ഒരു പടം കാണുന്നത് വിസയാണ്. ആ ഒരു ഒറ്റ പടം മതി. പ്രണയം, ത്രില്ലർ, ഹൊറർ ഇത് മൂന്നും മിക്സ് ചെയ്ത്, അതായത് മൾട്ടി ജനർ ഒരുപോലെ എടുത്തു വെക്കാൻ അറിയുന്ന ഒരു ഡയറക്ടറാണ് കാർത്തിക് സുബ്ബരാജ്. അപ്പോൾ പുള്ളിയുടെ ഈ ഒരു പടം ഒരു മൾട്ടിവേഴ്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തിയേറ്റർ തെറിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ ഇത് വേറെ ഊഹാപോഹങ്ങളായിട്ട് മാത്രം ഒതുങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം കാർത്തിക് സുബ്ബരാജ് പടങ്ങളിലെല്ലാം കഥ നടക്കുന്ന കാലഘട്ടം 80s 90s ഒക്കെ ആയിരിക്കും. അപ്പോൾ പേട്ടയുടെ കഥ നടക്കുന്നത് ഈ ഒരു 80s 90s അപ്പോൾ പേട്ടയിലെ പേട്ടവേലൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പുള്ളി വളർന്നു വലുതായി പിന്നെ 2019 സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പേട്ടവേലൻ്റെ മകനും 80s വളരുകയാണെങ്കിൽ അങ്ങനെ ശരിയാവാൻ വഴിയില്ല. അപ്പോൾ അവർ രണ്ടുമുള്ള ഏജ് ഡിഫറൻസ് വളരെയധികം ബാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ വളരെ പരിമിതമാണ്. നമ്മുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഇങ്ങനൊരു ആശയം തോന്നിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതും പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിൽ പോകാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരാം.